ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ പുതിയൊരു യാത്ര തുടങ്ങിയാണ്. നെവാഡയിലെ ഡേറ്റഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെ യാത്ര തുടങ്ങുന്നത്. ഇന്ന് ഈസ്റ്റർ ദിനമാണ് കേട്ടോ. എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ ആശംസകൾ. എല്ലാവരും ഈസ്റ്റർ ആഘോഷിച്ചിട്ട് ഒരു 2-3 ദിവസം ആയെന്നറിയാം, എന്നാലും ഒരാശംസകൾ. നമുക്ക് വണ്ടി എടുത്ത് പോയേക്കാം. ഇന്നിപ്പോൾ ടെമ്പറേച്ചർ എല്ലാം നല്ല ടെമ്പറേച്ചർ ആട്ടോ, വലിയ തണുപ്പൊന്നുമില്ല. +1, 2 ഒക്കെ ഉണ്ട്, മൈനസ് അല്ല. ഇവിടെ ചെക്ക് ഇവിടെയാ, അവിടെ ഒന്നുമില്ല. ഹലോ, മിനിറ്റ് കൊണ്ട് വരാൻ വേണ്ടി ഇതാണ് ദിസ് ഈസ് മൈ ന്യൂ ഫ്രണ്ട്. കനത്തിലുണ്ടോ? ഞാൻ അതിന്റെ ബാക്കി ചെറുത് കണ്ടിച്ചെടുത്തായിരുന്നടാ. ഒന്നും ഇല്ലാത്ത പോലെ ഒരു തോന്നല്. ബാക്കി കണ്ടിച്ചെടുത്തായിരുന്നു. ഈസ്റ്റർ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പള്ളി പരിപാടി ഉണ്ടായത്. രാത്രി 2 മണി വരെ പള്ളി പരിപാടി ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ പറഞ്ഞാൽ ഇപ്പൊ ഈ ടിം മോഡലിലൊക്കെ ഇച്ചിരി വെള്ളക്കാരൊക്കെ വന്നു തുടങ്ങി ഇപ്പോഴേ. അപ്പം ഇപ്പം സംഗതിയൊക്കെ ഡിലേയാ, പയ്യെ സ്ലോയിലാ. മറ്റേത് നമ്മൾ എത്ര ലൈൻ നിന്നാലും പടപടയെന്ന് പെട്ടെന്ന് പിള്ളേർ അടിച്ചു വിടുമായിരുന്നു. ഇതിപ്പോ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ടാപ്പ് ചെയ്തിട്ടും കഴിഞ്ഞിട്ട് പിന്നെ വെയിറ്റ് ചെയ്തിട്ടാണ് ഈ സാധനങ്ങൾ വരുന്നത്. ആൾക്കാരൊക്കെ പണി പാടിച്ചു. ഇവിടുത്തെ ടിം മോഡലല്ലേ, നേരത്തെ നമ്മൾ എപ്പോ ചെന്നാലും പടപടയെന്ന്. ഇവിടെ മുമ്പേ തൊട്ട് നിന്ന് 3 വണ്ടി എന്നാ കേസൊന്നും എനിക്കറിയത്തില്ല. അത് തപ്പ് എന്തോ പിടിക്കുക, അത് എന്താ കേസൊന്നും നോക്കി എല്ലാ വണ്ടി പരിശോധിക്കും. അത് രാവിലെ ഞാൻ വന്നപ്പോഴുണ്ട്. ഈസ്റ്റർ അല്ലേ? അത് പക്ഷെ ആ എക്സിറ്റ് മാത്രമായിട്ട് രാവിലെ വെളുപ്പിനെ ഞാൻ വന്നപ്പോ തൊട്ട് ഇവിടെ ഉണ്ട്. അന്നേരം വണ്ടികളൊന്നും ഇല്ല. അപ്പൊ ഞാനടുത്ത് വേറെ എന്നെ ഇതുവരെ എന്നെ പണ്ട് ഇതുപോലെ പിടിച്ചാ കേംബ്രിഡ്ജ്. രാത്രി 3 മണിയായപ്പോ ഒരു പാലത്തിനടിയില് വണ്ടി നിർത്താൻ പറഞ്ഞു. ഞാൻ അടുത്ത് പെട്ടെന്ന് എന്നെ നടന്നില്ലല്ലോ. മറ്റേ ബ്രീത്തറിലെ ചോദിച്ചു ഊതിച്ചു. അപ്പൊ നമ്മളിങ്ങനെ മറ്റേ 2 മണിക്കൊക്കെ ഉറക്കത്തിൽ നിന്ന് എണീച്ചിട്ട്, അന്ന് നമ്മളല്ല ഡ്രൈവ് ചെയ്തത്, ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീച്ചിട്ട് അതേപടി തന്നെ നമ്മൾ പോവല്ലേ. അപ്പൊ പുറകെ പാട്ടൊക്കെ കിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ട്രക്ക് ഡ്രൈവറാ, ലൈറ്റ് ഒക്കെ. അന്നേരം ഇങ്ങനെ ലൈസൻസ് ഒക്കെ കാണിച്ചിട്ട് അപ്പൊ അന്ന് പേച്ചൊക്കെ കയ്യിൽ ഇതാച്ചിട്ടു. ഓക്കെ ഓക്കെ ഓക്കെ. എന്നിട്ട് എങ്ങോട്ടാ പോകുന്നത് ചോദിച്ചേ. ഞാൻ പറഞ്ഞു കാലിഫോർണിയയിൽ എവിടെയാ? കാലിഫോർണിയയില് മറ്റേ ലോസ് ആഞ്ചലസ്. അതായത് അവർ ഉദ്ദേശിക്കുന്നത് കോമൺ ആയിട്ട് പറയാതെ പർട്ടിക്കുലർ ഇത് പറയണമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ ഫോണിൽ അപ്പോഴായിരിക്കും മനസ്സിലായി ഇത് ഏതൊരു പർട്ടിക്കുലർ ലൊക്കേഷൻ പറഞ്ഞില്ലെങ്കിൽ. അപ്പൊ ഞാൻ ഫോണിൽ പറഞ്ഞു ദിസ് ഇസ് ആപ്പ്, ഇതാണ് ലാസ്റ്റ് ഇത് ഞങ്ങൾ ഡെലിവറി ചെയ്ത ലൊക്കേഷൻ പ്ലേസ് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. മറ്റേ പണ്ട് അൻപിൻ പറഞ്ഞ പോലെ ഏലിയാടാ വന്നെന്ന് പറഞ്ഞു. US ന്നാ വന്ന സാറേ. അല്ല, ഇന്ന് രാവിലെ ഞാൻ വണ്ടി എടുത്ത് പുറത്തിറങ്ങാൻ നേരത്ത് ഒന്നാമത്തെ കാര്യം, അപ്പൊ തന്നെ ഒരു ആംബുലൻസ് സൈഡിൽ വന്ന് ഫുള്ള് ലൈറ്റ് അടിച്ച് നിന്ന് ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ കയറി. ഏതാണ്ട് അപ്പൊ നമ്മളും പേടിച്ചു. അയ്യോ, നമ്മുടെ അയലോകക്കാരൻ എന്നാ പറ്റിയ, നമ്മളറിഞ്ഞില്ലല്ലോ. അവിടെ ബെല്ലടിച്ചപ്പോ അവര് വിളിച്ചിട്ടൊന്നുമില്ല ആംബുലൻസിനെ. രാവിലെ 7 മണിയായപ്പോ ഈ വീടിന്റെ അഡ്രസ്സാ കൊടുത്തേക്കണേ. അഡ്രസ്. ഇവരെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെടുപ്പിച്ച് ഇവര് പേടിച്ചു. നോക്കുമ്പോ ഒരു ആംബുലൻസ് അപ്പം അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വേണ്ട വേറൊരുത്തൻ, ഒരു കറമ്പൻ, ഒരു ഭയങ്കര തലമുടിയൊക്കെ മറ്റേ ഡ്രെഡ് ലോക്ക് അടിച്ചൊരുത്തൻ അവിടെ നിന്നിട്ട് നമ്മുടെ വീട്. അപ്പൊ അവൻ നോക്കുമ്പോ ഞാനിങ്ങനെ സാധനങ്ങൾ എടുത്ത് നമ്മുടെ ജീപ്പിലേക്ക് എടുത്തു വെക്കുക. അവൻ എന്നോട് പറഞ്ഞു ജീസസ് ഈസ് കമ്മിങ്. അപ്പോഴാ എനിക്ക് മനസ്സിലായി വിളി. ഞങ്ങൾ ഭയങ്കര ഒരു വല്ലാത്ത ഒച്ചയില് രാവിലെ 7 മണിക്ക് തൊട്ട് കുറേ ആംബുലൻസ് കിടക്കണം. എനിക്ക് മനസ്സിലായി ഉള്ളി അടിച്ച് പോകണമെന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന്. അവൻ എന്നോട് പറഞ്ഞു ജീസസ് മറ്റാ പറഞ്ഞ. എനിക്ക് തോന്നണ പുള്ളിയുടെ വിചാരം ഈ ആഫ്രിക്കക്കാരുടെ കുറെ പാസ്റ്റർമാരും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ ബ്രൗൺ കളർ കണ്ടിട്ടായിരിക്കാം പുള്ളിയുടെ വിചാരം നമ്മള് ക്രിസ്ത്യാനി അല്ലെന്നാ.
അപ്പം പുള്ളി കുറെ ക്രിസ്തുവിന്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ നേരെ അങ്ങ് റോട്ടിൽ രാവിലെ 7 മണിക്ക് ഞായറാഴ്ച രാവിലെ അപ്പൊ ഈ ആംബുലൻസിൽ അവര് ഇന്ന് കാണുന്നുണ്ട് ഇത് തന്നെ സംഭവിക്കണമെന്നുണ്ട്. പുള്ളി അവിടെ നിന്ന് കുറെ വചനപ്രഘോഷണമൊക്കെ അവിടെ നിന്ന് നമ്മള് സാധനമൊക്കെ എടുത്ത് വെച്ച് കാര്യങ്ങൾ. അപ്പൊ ഇതുപോലത്തെ കുറെ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഏതാ ഇന്നിപ്പോ ഈസ്റ്റർ ആയതുകൊണ്ട് എല്ലാരും അടിച്ച് പോണം. അതായിരിക്കും, കാരണം എല്ലാ വണ്ടിയും ചെക്ക് ചെയ്യുന്നുണ്ടല്ലോ. എല്ലാ വണ്ടിയും ചെക്ക് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പർട്ടിക്കുലർ ഇൻഫർമേഷൻ വേറെ എന്തെങ്കിലും ആരെങ്കിലും എന്താ പറയാ, അതിപ്പോ ഇവരിങ്ങനെ നിന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ വളച്ചോണ്ട്. അതെ, ഇവർക്ക് ചില കാര്യങ്ങളിൽ നമ്മൾ നോക്കണേ അത് നമ്മുടെ നാട്ടിലെ പോലീസുകാർക്ക് ഒളിച്ച് നിന്ന് പിടിക്കണം. അവർക്കറിയാം ഇപ്പൊ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ എല്ലാരും തിരിഞ്ഞു പോയി. അതെ അതെ, തന്നെയല്ല പോലീസുകാർക്ക് റിവേഴ്സ് ഇട്ട് പോകാനും പറ്റൂല, റാമ്പിലല്ലേ കിടക്കണം. അതെ, അത് പോയി കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവൻ അവന് ഇത് വേറെ കണ്ടു നിൽക്കുന്നവൻ അവനെതിരെ കൊടുക്കും. വേറെ സ്ഥലത്തോട്ട് പോകുന്നവൻ 100 ഗ്രാം 200 ഗ്രാം ആയിട്ട് നമ്മൾ ചിക്കൻ പഠിക്കുന്ന മറ്റേ അതുവഴിയുള്ള മറ്റേ ഫ്ലൈറ്റുകൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയില്ലെന്നോ അല്ലേ, ദുബായ് വഴിക്ക്? ഇല്ല, ഇത് അതിന്റെ പീക്കിൽ നിൽക്കൂല്ലേ. ഇന്നലെ ആരാണ് കൊണ്ട് ഖത്തർ എയർവേസിലെ ടിക്കറ്റ് വളരെ കുറവാന്ന് കണ്ടു. ആരാണ്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് 2 ആഴ്ച കഴിഞ്ഞ്. ശരിക്കും എടുത്താ ചേടാ, അങ്ങനെ യുദ്ധമാണാലും വേണ്ടല്ലോ, ഒരു ടിക്കറ്റ് അങ്ങ് എടുത്താലോ എന്ന് ആലോചിക്കണം. അങ്ങനെ പുള്ളി എടുത്ത് ഖത്തർ എയർവേസിൽ. അപ്പൊ നമ്മൾ ഖത്തറിൽ കൂടെ അപ്പം ചിലപ്പോൾ അറിയത്തില്ല, ജനലിൽ കൂടെ ബോംബ് വരും, ഞങ്ങൾ തിരിച്ചു ഇങ്ങനെ ബാറ്റൊക്കെ ആയിട്ട്. നമ്മുടെ ദേവസ്യാച്ചൻ വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും കിടക്കാനുള്ള സെറ്റപ്പുകൾ നോക്കിയേക്കാം. ഒരു ഇച്ചിരി പോർക്ക് കറി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഓ ശരി, പോർക്ക് വെന്താലും നിങ്ങൾ എവിടുന്ന ഇറച്ചി മേടിക്കുന്ന എവിടുന്ന പോർക്ക്? അത് ഞങ്ങളുടെ അവിടെ ഒരു ഫാം ഉണ്ട്. ഫാമിന് എന്ന് പറഞ്ഞാ മറ്റേ ലോക്കൽ ബുദ്ധ. അപ്പൊ അവർക്ക് അവരുടെ തന്നെ ഫാം ഉണ്ടല്ലോ. അങ്ങനെ ഒരു സെറ്റപ്പ്, നല്ല ക്വാളിറ്റി ഇറച്ചിയാണ് കിട്ടുന്നത്. നമ്മുടെ ഒട്ടും വെയിറ്റ് ഇല്ല അല്ലേ, മറ്റേ ഫോമല്ലേ, ഫോം ട്രേസർ അല്ലേ. അപ്പൊ കാറ്റടിച്ച ഒന്നുകൂടെ പറന്നു പോകാനുള്ള ചാൻസ്. ലൈറ്റ് വെയിറ്റ് നമ്മളെ സ്ഥിരം ഡെലിവറിയാ. ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല കേട്ടോ. ആണോ? ഞാൻ ഇഷ്ടംപോലെ പോയിട്ടുണ്ട്. അത് ഇത് മറ്റേ പാലറ്റിലും അല്ല സാധനം, ചുമ്മാ ബോക്സാ. പറക്കി താഴോട്ടുണ്ട്, പറക്കിട്ടേക്കുക. എന്നിട്ട് ട്രെയിലർ നിറച്ചുണ്ട് മറ്റേ ഈ ടേക്ക് ഔട്ടിന്റെ നമ്മളെ പാത്രങ്ങളില്ലേ, ഫോം. വെള്ളം ഇതെടുക്കുന്നതോ അത് പക്ഷെ അത് അവര് പെട്ടെന്ന് ഇറക്കും, ഒരു മണിക്കൂറിനുള്ളിൽ ഇറക്കും. അല്ല മറ്റേ ഇവിടുത്തെ ആ ചെറിയ വിൻഡോ എടുത്തിട്ടേ കാറ്റങ്ങോട്ട് അടിച്ചത് തള്ളി മറ്റേ അടിച്ചിട്ടാ അല്ലേ. അല്ല ചിലയിടത്ത് ഉണ്ടായിരുന്നു ഇവർ ഈ പാലറ്റിൽ അല്ലാതെ എടുക്കുന്ന സാധനമില്ലേ, ഈ ഫോർക്ക് ലിഫ്റ്റിങ്ങിനെ ഈ അതിന്റെ ഭിത്തി ചേർന്ന് പോയിട്ട് ഇങ്ങനെ അങ്ങനെ വല്ല ആണോ എടുക്കുന്നത് ഫ്ലാറ്റ് ആയിട്ടുള്ള ഇതുണ്ട് ഇങ്ങനെ, അതിങ്ങനെ രണ്ട് സൈഡോട് പോയിട്ട് ഇങ്ങനെ പോകും. പക്ഷെ ഇത് ഫോം ഡ്രൈ ആയതുകൊണ്ട് ഞെങ്ങി പോകും, അങ്ങനെ എടുക്കാനും പറ്റും. പക്ഷെ എനിക്കാണ് ഇപ്പൊ അവിടെ ഇറക്കാൻ ആൾക്കാരുണ്ട്. നേരത്തെ അവിടെ 2-3 ബിൽഡിങ്ങുകളുണ്ട്. ആദ്യം അവരുടെ ഒരു മെയിൻ ബിൽഡിങ്ങിലാണ് നമ്മൾ ഇറക്കിക്കൊണ്ടിരുന്നത്. അവിടെ ഒത്തിരി സമയം എടുക്കും, 3-4 മണിക്കൂർ എടുക്കുമായിരുന്നു ഇവര് മാനുവലി ഇറക്കാൻ വേണ്ടി. പക്ഷെ ഇപ്പൊ കുറച്ചാളായിട്ട് നമുക്ക് വേറെ ഒരു ബിൽഡിങ്ങിലായിരുന്നു. അവിടെ ഇപ്പൊ അവര് ആൾക്കാരുണ്ട്. പറഞ്ഞ അഡ്രസ്സിലുള്ള ബിൽഡിംഗിൽ. അതെ അതെ, അതിന്റെ സൈഡ് വ്യത്യാസമുണ്ട്. അപ്പൊ ഈ ബിൽഡിങ്ങിൽ തന്നെ പിന്നെ ഇപ്പൊ നമുക്ക് ഒരു മണിക്കൂറിനുള്ളിൽ സാധനം ഇറക്കാം. അപ്പൊ ഒരു സിസ്റ്റം അവർ ഡെവലപ്പ് ചെയ്തതാണ്. അല്ല അങ്ങനെ ബോക്സ് എന്ന് പറഞ്ഞ സാധാരണ ഈ കണ്ടെയ്നറിലൊക്കെ വരുന്നത് അങ്ങനെയാണല്ലോ. അതെ അതെ, അതൊക്കെ ഒരു ദിവസം 1-2 ദിവസം കിടന്നിട്ടാണ് ഈ സാധനം ഇറക്കുന്നത്. പണ്ട് ഇങ്ങനെ ഒരു കണ്ടെയ്നർ നടത്താ ഞാനൊരു വേറെ ദിവസം ജോലിക്ക് പോയപ്പോ. ആണോ? എന്നായിരുന്നു പരിപാടി? ഇത് തന്നെ ബോക്സ് അതിനകത്ത് എടുക്കുക, ഒരു ദിവസം സിമ്പിൾ ജോലിയാന്ന് പറഞ്ഞു. നേരെ അല്ല കണ്ടെയ്നറിനാണെന്ന് നമുക്ക് ആദ്യം മനസ്സിലായില്ല. അവിടെ ഒരു ഇത് നിന്ന് എന്നാ ലൈറ്റ് വെയിറ്റ് 1 കിലോ 2 കിലോ വെയിറ്റ് വരും. അത്രയുള്ള ഇത് ഒരു പാലറ്റ് ഒന്നും വേണ്ട, ചുമ്മാ പാലറ്റിലോട്ട് ചുമ്മാ കയറ്റുക. അടിക്കടിക്ക് ചുമ്മാ കൊണ്ട് വരെ വെച്ചാൽ മതി. അടുക്കാൻ വേറെത്രയുണ്ട്, ഒരു പയ്യനങ്ങാണ്ട. ബാക്കി മുഴുവൻ എനിക്കൊന്നൊരു മറ്റേ കറമ്പറുടെ ഒരു ഏരിയ ആയിരുന്നു. കറമ്പറുടെ സൂപ്പർവൈസറൊക്കെ ഉള്ള കാരാ. അപ്പൊ ഓരോ ദിവസവും നല്ലതല്ല, അന്നിങ്ങനെ ഏജൻസി വഴി ഒരു ദിവസം ജോലിക്ക് പോയതാണ്. അപ്പൊ അതിനോട് പറഞ്ഞു ഇതേ ഉള്ളൂ, സിമ്പിൾ വർക്കാ, ഓക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാം, ഓക്കെ എന്ന് പറഞ്ഞു. ഓക്കെ ഞാനിവിടെ മറ്റേ നമ്മൾ ഇതുപോലെ ഓക്കെ ഇപ്പൊ സ്റ്റഡി എന്നൊക്കെ പറഞ്ഞ് പറയാം. ഒരു കണ്ടെയ്നർ വന്നത് ഇത് വൈകുന്നേരം ഒരു 3-3:30 ഒക്കെ ആവുന്നതിന് മുമ്പ് ഫിനിഷ് ചെയ്താൽ മതി. ആവുമ്പോ ഫിനിഷ് ചെയ്തത് ഞാൻ എടുത്തെടുത്ത് ഇത്
ഹാഫ് പോലും ആകുന്നില്ല ഉച്ചയായിട്ട് പോലും. കാരണം നമ്മൾ തന്നെയല്ലേ ഇത് എടുക്കുന്നത്. അത് മോളിൽ നിന്ന് ഇങ്ങനെ എടുത്ത് ചാടിച്ച് നമ്മളിങ്ങനെ ആദ്യത്തെ ഇതായിട്ട് ഒന്നും നിലത്ത് പോകാതെ ഇതായിട്ട് ഇങ്ങനെ പാലറ്റ് അങ്ങോട്ട് വെക്കുന്നു. അത് കഴിഞ്ഞ് 2 മണിയായിട്ടും എനിക്ക് പിന്നെയും കിടക്കുക ഹാഫ്. അപ്പൊ അവിടെ വേറെ വർക്ക് ചെയ്യുന്ന ഈ കറമ്പരുണ്ട്, അവന്മാര് ഭയങ്കര ഓടിച്ചാടി അങ്ങനെയൊക്കെ. കുറച്ച് കഴിയുമ്പോ എന്റെ അടുത്തോട്ട് വന്നിട്ട് എമ്മാനുള്ള 1 hour ഉള്ളൂ ഓക്കെ എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് മാറാൻ പറഞ്ഞു. ഒരുത്തൻ അങ്ങോട്ട് ഷൂ ഒക്കെ ഇട്ടുകൊണ്ട് ആ മണ്ടക്കൂടെ ചവിട്ടി കയറിട്ടു ഒറ്റ വരികില് ഇതെല്ലാം കുറെ നിലത്തോട്ടൊക്കെ അങ്ങോട്ട് വിട്ട് ആ 4 കിലോമീറ്റർ വെച്ച് അടിച്ചു വാരി തൂത്താവുമ്പോ സൈഡിലോട്ട് കൊണ്ട് ഇടുക. അത് കഴിഞ്ഞാലേ മനസ്സിലായത് നമ്മൾ ഓരോന്നും ഇതൊക്കെ പറക്കി വെക്കുമ്പോ ഇവര് അങ്ങോട്ട് കയറി ഒറ്റ അടിച്ച് ഇളക്കി എല്ലാം അവിടെ. കാരണം മറ്റേ ഇങ്ങനെ ടൈറ്റ് ചെയ്താ മനസ്സിലായി. അവരിങ്ങോട്ട് എടുത്തിട്ട് പൂക്കാൻ ഒരു 4-5 പേര് വന്നിട്ട് അടിച്ചു വരി തൂത്ത് പോലെ അത് മതി എല്ലാം സെറ്റാക്കി. അത് കഴിഞ്ഞാൽ മനസ്സിലായത് അതെന്നാന്നറിയോ, ചൈനന്ന് വന്ന മൊട്ടായിയാ ക്യാൻഡിയാ. അത് ഇവരുടെ തന്നെ അപ്പുറത്തെ സൈഡില് വേറെ പാക്കിങ്ങിന്റെ ഒരു ഇതുണ്ട്. അവിടെ വന്നിട്ട് ഇവര് മറ്റേ വേറെ ഇതിലേക്ക് ഇട്ടിട്ട് 100 ഗ്രാം 200 ഗ്രാം ആയിട്ട് തൂക്കി വേറെ പാക്ക് ചെയ്ത് വിടുന്ന സാധനമാണ്. മറ്റേ ചൈനയിൽ നിന്ന് വന്നേക്കുന്ന പറ്റിയ 1 കിലോ 2 കിലോയുടെ പ്ലാസ്റ്റിക് കവർ, പ്ലെയിൻ പ്ലാസ്റ്റിക് കവറിനകത്തുള്ള ക്യാൻഡിയാ. അതാ മറ്റോ ഇത് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ താഴെ അതാ പറഞ്ഞ ഡാമേജ് വന്നാലേ നമുക്കിത് കിട്ടുള്ളൂ. അങ്ങനെ നമുക്ക് കിട്ടണമെങ്കിൽ ഡാമേജ് വരണം. ഡാമേജ് വരുമ്പോ ആ ബോക്സ് ഡാമേജ് എന്നും പറഞ്ഞുകൊണ്ട് ഇവർ ഇത്ര ബോക്സ് ഡാമേജ് എന്നേ പറയുള്ളൂ. അതെ, ഇവരെല്ലാം ബിരുദന്മാരല്ല. ഞാൻ പോയി കിടന്നോട്ടെ, ബാക്കി വിശേഷം ബോർഡറിൽ കാണാം. ഓക്കെ. അപ്പോൾ എന്തായാലും ബോർഡർ എത്തുന്ന സമയം കൊണ്ട് നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി എണീക്കുമ്പോഴത്തേക്കും ബോർഡറിൽ നല്ല ഡിലേയാണ്. എന്നാൽ പിന്നെ നമുക്ക് ഫുഡ് കഴിച്ചേക്കാം. സമയം 3 മണി ആവുകയും ചെയ്തു. ഇനിയിപ്പോൾ എങ്ങാനും ഫുഡ് കഴിക്കാൻ എടുക്കുമ്പോഴത്തേക്കും ഇതങ്ങ് പെട്ടെന്ന് പോയാലോ സാറേ? എന്തായാലും ഒരു ആവശ്യത്തിന് എല്ലാവരും ചിലപ്പോ ആരും ഇല്ലെന്നും പറഞ്ഞോണ്ടായിരിക്കും സത്യം. സത്യമായിട്ടും ചോറ് ചൂടാക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും വണ്ടി മൂവ് ചെയ്ത് തുടങ്ങില്ല സാറ്. അപ്പോൾ ഇപ്രാവശ്യത്തെ ചെറിയൊരു ഈസ്റ്റർ സ്പെഷ്യൽ ലഞ്ചാണ് തന്നു വിട്ടേക്കുന്നത്. നമ്മുടെ ഇന്നലെ വീട്ടിൽ കണ്ട ആ സാധനങ്ങളെല്ലാം കൂടെ വെച്ചിട്ടൊരു ലഞ്ച്. പോർക്കിൻ്റെ കറിയുണ്ട്, പയറുണ്ട്, ഇച്ചിരി മീൻകറിയുണ്ട്, ചോറുമുണ്ട്. ബോർഡറിലേക്കുള്ള നമ്മുടെ പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ആ ഗ്യാപ്പിൽ നമുക്ക് എന്തായാലും കഴിച്ചിട്ട് വരാം. അങ്ങനെ ഏകദേശം 1.5 മണിക്കൂറിന് ശേഷം 1.5 മണിക്കൂറിലായുള്ളൂ സാറേ. 1.5 മണിക്കൂറിന് ശേഷം ബോർഡറിനോട് അടുക്കുന്നു. ടോളെത്തി. ഇനി പാലം കടന്ന ബോർഡർ എത്തും. സമയം 4 മണിയായി. ഇഷ്ടംപോലെ എക്സ്റേ കയറുന്നുണ്ട് കേട്ടോ, കറങ്ങുന്നുണ്ട്. ജനല് താത്തുമ്പളേ കാറ്റടിച്ചിട്ടൊരു തണുപ്പുണ്ട്. കാറ്റുണ്ടായിരുന്നു. കൊമേഴ്സ്യൽ വണ്ടികൾ ഇതുവഴിയാണോ പാസ് ചെയ്യണ്ടേ? ട്രക്സ് ഓൺലി എന്നല്ലേ എഴുതി വെച്ചേക്കുന്നത് അല്ലേ? കൊമേഴ്സ്യൽ ഈ സൈഡിൽ കൂടെ ആയിരിക്കും, മറ്റേ പാസഞ്ചേഴ്സ് അല്ലേ ആയിരിക്കും അല്ലേ? Hi officer. What are you guys hauling? It's foam trays, lids, containers. Where's it going? It's a Dayton, Nevada. അങ്ങനെ എക്സ്റേക്ക് പോവാതെ എന്തായാലും പരിപാടി കഴിച്ചില്ലായി. അതെ. ഓ അങ്ങോട്ടുണ്ടല്ലേ.
നിന്നെ അറിയത്തില്ല, ഇവന്മാരെയും യുദ്ധമൊക്കെ നടക്കുന്നോണ്ടേ ഇവർക്ക് ഇങ്ങനത്തെ ഈ വിശേഷ ദിവസമാണല്ലോ ഇത്. അതെ അതെ അതെ. തന്നെയല്ല ഇന്നിപ്പോ ഇറാൻ പറഞ്ഞിട്ടുണ്ട് ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ടെന്ന്. എതിരെയാ വരുന്നെന്ന് അറിയത്തില്ല. കാരണം അപ്പൊ ഇവർക്ക് ഈ പേടിയെന്ന് പറഞ്ഞാൽ ഉള്ളിലും ചെറുകാറുകളുണ്ടേ. ഞാൻ കണ്ടു. അല്ല, തന്ന പേപ്പർ എക്സ്റേ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ചിലത് വന്നിട്ട് എക്സ്റേക്ക് കിടക്കണ കിടപ്പ് കണ്ടോ അവന്മാരെല്ലാം. 1 മണിക്കൂർ കഴിഞ്ഞാൽ ഇവിടെ വന്നത്. അല്ല, ഇത് മിനിമം അല്ല 1 മണിക്കൂർ മുകളിലായി. അത് കഴിഞ്ഞ് ഇനിയിപ്പോ ഇത് കഴിയണമെങ്കിൽ 1 മണിക്കൂർ മുകളിലെടുക്കും. നമ്മള് മിഷിഗണിലെ കേപ്പാക്കിലിട്ട് ഷിഫ്റ്റ് മാറാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാ. സാറ് ശ്രദ്ധിച്ചായിരുന്നോ? കാപ്പി എടുക്കുന്നിടത്തേ മിൽക്കൊന്നുമില്ല. മറ്റേ നമ്മുടെ കട്ടനുകൾ, പിന്നെ മറ്റേ പൗഡറുള്ള പാൽപ്പൊടി. അല്ല അല്ല, ഞാൻ അതല്ല ഉദ്ദേശിച്ച മറ്റേ ഈ യുദ്ധത്തിന്റെ വല്ല ആണോ ഇത്, അതോ ഈസ്റ്ററിന്റെ വല്ല ആണോ? യുദ്ധത്തിന്റെ ഒന്നും ആയിരിക്കുമല്ലോ, വേറെ എന്തോ ഒരു സപ്ലൈ ഉണ്ടല്ലേ. തന്നെയല്ല ഈ ഒരു രാജ്യത്ത് മിൽക്കിന് ക്ഷാമം വരികയല്ലോ. ഏറ്റവും കൂടുതൽ മിൽക്ക് പ്രൊഡ്യൂസർ അമേരിക്ക അല്ലേ? അല്ല, അമേരിക്ക ഏറ്റവും വലിയ മിൽക്ക് പ്രൊഡ്യൂസർ. അങ്ങനെ നെവാഡയിലെ ഡേറ്റൺ എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള നമ്മുടെ ഈ ആഴ്ചത്തെ യാത്ര വൈകുന്നേരം 4-4:30 മിഷിഗണിലെ കേപ്പാക്കിൽ നിന്ന് ഒരു ഷിഫ്റ്റ് ചേഞ്ച് ഒക്കെ കഴിഞ്ഞ് കാപ്പിയൊക്കെ എടുത്ത് ഞങ്ങൾ സ്റ്റിയറിംഗ് ആയി മാറിയിരിക്കുകയാണ്. നമ്മുടെ ദേവസ്യാച്ചൻ ഈസ്റ്റർ സ്പെഷ്യൽ ഫുഡൊക്കെ കഴിക്കുന്നു, ഞാൻ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതൊക്കെയാണ് ട്രിപ്പിൻ്റെ അപ്ഡേറ്റ്.